ഫ്രണ്ട്സ് ഗോയിങ് ടു കണ്ണൂരേക്ക് കണ്ണൂർ പോകേണ്ട ആവശ്യം. ഫ്രണ്ട്സ് എന്താ തണുപ്പെന്നറിയാം. ഭയങ്കര തണുപ്പ് കേട്ടോ. തണുത്ത കാറ്റിങ്ങനെ അടിക്കാൻ ഭയങ്കര തണുപ്പ്. ഇനി നവംബർ ഡിസംബറിലാവുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അല്ലേ? നല്ലതാണിപ്പോൾ. എത്രയാ മീൻ വണ്ടി പോകുന്നത് അറിയാം. ഇതൊക്കെ മീൻ വണ്ടി പോകുന്നതുകൊണ്ടല്ല അതിന് പ്രശ്നം എന്നറിയാം. വീട്ടിൽ ഈ ബാക്കിൽ നിന്ന് വെള്ളം ഇളക്കി വിടും. അധിക വണ്ടിയും, എല്ലാ വണ്ടിയും ഞാൻ പറയുന്നില്ല, അധിക വണ്ടീൻ്റെയും ബാക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ റോഡിലേക്ക് പോകും. ഭയങ്കര സ്മെല്ലാണ്. ഇപ്പോൾ റോഡ് മറ്റേക്കൂടെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. നമ്മൾ ഈ വണ്ടീൻ്റെ ബാക്കിറ്റേ പോകുമ്പോഴാണെങ്കിൽ ചാറിൽ ഇതിൻ്റെ മീൻ വണ്ടീൻ്റെ ഈ വെള്ളത്തിൻ്റെ ചാറിൽ ഇരിക്കും. മീൻ വെള്ളം ബൈക്കിൽ പോകുന്നവർക്കാണ് ഏറ്റവും പ്രശ്നം. മുഖത്തേക്ക് ഇങ്ങനെ ചാറിലിരിക്കും. ചാറിലെന്ന് പറയുന്നില്ലേ, വെള്ളം തെറിക്കും. പിന്നെ ഭയങ്കര സ്മെല്ലും. പിന്നെ ഓരോ ബൈക്കിലും സ്ലിപ്പായിട്ട് പോകും. ഉപ്പിനഞ്ചില്ലുണ്ട് സ്ലിപ്പായിട്ട് പോകും. ഓരോ ഓയിൽ ബൈക്കെല്ലാം ഉണ്ട്, അങ്ങനെ പറയാം. ഇതാ മുമ്പിൽ കണ്ട മീൻ വണ്ടി. അതിലിപ്പം വെള്ളമൊന്നും പോകുന്നില്ല, റോഡിലേക്ക് വെള്ളമൊന്നും പോകുന്നില്ല. അത് ആ പൈപ്പ് എൻ്റെ മണ്ണ് വലിയ പോയി. അതിൻ്റെ പൈപ്പ് മുകളിലേക്ക് കെട്ടിയിട്ടുണ്ട്, കണ്ട. ഇതിൻ്റെ പൈപ്പ് ഉണ്ട്, അതിൻ്റെ പൈപ്പ് മുകളിലേക്ക് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളമൊന്നും പോകുന്നില്ല. അതിപ്പോൾ താഴത്ത് റോഡിലേക്ക് ഇട്ട വണ്ടിയാണെങ്കിൽ റോഡിലേക്ക് ഇങ്ങനെ വെള്ളം പോകും. ഭയങ്കര ഇടങ്ങാറാണ്. ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര സ്മെല്ല്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ബൈക്ക് എടുത്ത് പോകുന്നവർക്കെല്ലാം അറിയാം. കാറിൽ പോകുന്നവർക്ക് പിന്നെ ഒന്നൊരു വിഷയമല്ലപ്പം. നമുക്കാണ് ബൈക്ക് എടുത്ത് പോകുന്നവർ. ബാക്കിൽ ആംബുലൻസ് പോകുന്നു. ഇവിടെ റോഡ് ഇടക്കിടക്കേ കുഴിയാണ്. റോഡ് ഇടക്കിടക്കേ കുണ്ടും കുഴിയും. പാലത്തിനൂടെ താഴത്ത് പാലത്തിനൂടെ ആടിയിടെല്ലാം കുണ്ടും കുഴിയാണ്. ശ്രദ്ധിച്ച് പോയിട്ടില്ലെങ്കിൽ പണി തന്നെ. ഇതല്ലേ എപ്പോൾ നന്നാവാനല്ലേ? എങ്ങനെ നന്നാവാനാ? വിശക്കുന്നല്ല, ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് വിശക്കുന്നു. ഇപ്പോൾ സമയം എന്നറിയാം, ഇപ്പോൾ 7:45, മഗ്‌രിബിന് 7:45. ഇന്ന് നേരത്തെ കഴിക്കും. അല്ലെങ്കിൽ 9 മണി 10 മണി 11 മണി. 9 മണി 10 മണി. മുമ്പെല്ലാം കുറേ ലേറ്റ് ആവില്ല, ഇപ്പം അങ്ങനെ ലേറ്റ് ആവില്ല. ഇപ്പോൾ 10 മണി 11 മണിൻ്റെ ഉള്ളിൽ, 10 മണീൻ്റെ ഉള്ളിൽ കഴിക്കലുണ്ട്. ഇപ്പോൾ 11 മണി ആവില്ല, 9 മണി 10 മണിയാകുമ്പോൾ കഴിക്കലുണ്ട്. നേരത്തെ കഴിക്കണം കേട്ടോ, അതാണ് നല്ലത്. അതാണ് തടിക്കാനുള്ളത്. എനിക്കറിയാം, പക്ഷെ നല്ല നമ്മൾ ലേറ്റായി പോകും. പക്ഷേ ഇപ്പം നേരത്തെ കഴിക്കലുണ്ട് കേട്ടോ. നേരത്തെ കഴിക്കാം. ഇവിടുന്ന് എണ്ണ അടിക്കണം. വളരെ എണ്ണ അടിച്ചിട്ട് പോകാം. എണ്ണ അടിക്കട്ടെ. 200. ഇത് സാധനം പുതിയ മൊത്തം പുതിയതാ. ഭയങ്കര ഷൈനിങ് ആണ്. വിശക്കുന്നു. പൈക്കുന്നു. ഫുഡേക്കണം. ഫുഡ് കഴിക്കുന്നുണ്ട്. അതാ ഉച്ചക്ക് ഇച്ചിരി ചോറ് തന്നെ. ഇച്ചിരി ചോറ് വന്നിട്ട് ഇച്ചിരി. അതുകൊണ്ട് നല്ല വിശപ്പ്. ഇപ്പോൾ 8:30 മണി. ഏതായാലും കഴിക്കാം. വിശക്കുന്ന അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ പാപ്പിൻശ്ശേരിയിൽ നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന ഹോട്ടലുണ്ട്. ഇപ്പോൾ രാത്രി ആവാൻ സാധ്യത ഉണ്ടോയെന്ന് അറിയില്ല. നോക്കാം. ഉച്ചക്ക് ഞാൻ ഒരു വട്ടം ഇവിടുന്ന് കഴിച്ചു. പിന്നെ മുമ്പ് ഒരു വട്ടം കഴിച്ചു. മുമ്പ് ഇവർ ഇരുണാവിലുണ്ടായിരുന്നേ, അതിപ്പോൾ മാറി പാപ്പിൻശ്ശേരിയിൽ വന്നു. ഈ അടുത്ത് നമ്മൾ ഇവിടുന്ന് കഴിച്ചില്ല. അതിൻ്റെ ബോർഡുണ്ട്, തുറന്നിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, തുറന്നു കയറി കഴിക്കാം. നല്ല മോശമില്ലാത്ത ബിരിയാണി, ലഗോൺ ബിരിയാണി കിട്ടും. സ്പെഷ്യൽ അവിടുത്തെ സ്പെഷ്യൽ ലഗോൺ ബിരിയാണി. ലഗോൺ ചിക്കനില്ലേ, അതിൻ്റെ ബിരിയാണി തുറന്നിട്ടുണ്ട്. ഇത് നമ്മളെ സന്തോഷമായിട്ടുണ്ടോ നോക്കട്ടെ. ഇതാണ് ഹോട്ടൽ. ഫുഡ് ഉണ്ടോ നോക്കട്ടെ. മണമുണ്ട്. ഫുഡ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മണമുണ്ട്. ഫുഡ് ഉണ്ടോ നോക്കട്ടെ. ഉണ്ടായാൽ മതിയായിരുന്നു. അടിപൊളി ബിരിയാണിയാണ്. ഉണ്ട് കേട്ടോ. ഉണ്ട്. ലഗോൺ ബിരിയാണി കണ്ടിട്ടുണ്ട്. ഈ സമയത്തൊന്നും അങ്ങനെ ആരുമില്ല കേട്ടോ. ആൾ കുറവാണ്. ഉച്ചക്കെല്ലാം നല്ല ആളാട്ടോ. ഈ രാത്രി ആയതുകൊണ്ടാണ് ആളില്ല. ലഗോൺ ബിരിയാണി. അങ്ങനെ ചോറിട്ട് കുറച്ചും കൂടെ കാക്കുന്നുണ്ട്.
നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. ഞങ്ങൾ ഈ മംഗലപ്പരക്കല്ലോ കല്യാണത്തിനുണ്ടാകുന്ന ഫുഡില്ലേ, മംഗലപ്പരക്കുണ്ടാകുന്ന ഫുഡ്, മംഗലപ്പരക്കുണ്ടാകുന്ന ബിരിയാണി ഇല്ലേ, അവർ ടേസ്റ്റാണ്. നമ്മളിവിടുത്തെ കല്യാണ വീട്ടിലുണ്ടാകുന്ന ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. എടുക്കാം. അടിപൊളിയാ, നൈസ്. ഇതൊക്കെ ഉണ്ട്, കുറച്ച് ഹാർഡായിരിക്കും. നല്ല അടിപൊളി അച്ചാറാണ്, അടിപൊളി അച്ചാറാണ്. ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കട്ടെ. ഫ്രണ്ട്സ്, ഇനി കണ്ണൂർ പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, കൂട്ടിയിട്ടുണ്ടാവും, ഒരു കാര്യമില്ല. മെരണ്ട എടുത്തിന് മെരണ്ട ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ ഇങ്ങനത്തെ ഒന്നും നല്ലതാണ്. പെപ്സിയോ സ്പ്രൈറ്റോ വല്ലപ്പോഴും അങ്ങനെ ബിരിയാണി ഐറ്റം കഴിച്ചാൽ വല്ലപ്പോഴും ഇങ്ങനെ ഇത് കഴിക്കലുണ്ട്, സേനപ്പോ സ്പ്രൈറ്റോ. നല്ലതാ, ദഹിക്കാൻ വേണ്ടിക്ക് നല്ലതാണ്. ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ ദഹിക്കാൻ വേണ്ടിക്ക് ഇങ്ങനത്തെ ഒരു കുറച്ച് വെള്ളം കുടിക്കാൻ നല്ലതാണ്. ലൈറ്റ് ഇറക്കി വീടിന് പോകട്ടോ. കണ്ണൂർ നമുക്ക് വേറെ ദിവസം പോവാം, നാളെ നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇനി പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പോയിട്ടില്ല, ഞാൻ തിരിച്ച് പോയിട്ട് കാര്യമില്ല. നമുക്ക് നാളെ പോവാം. പിന്നെ എനിക്ക് പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യവും വേറൊന്നല്ല, പെട്ടെന്ന് വേറൊരു കാര്യം ഓർമ്മ. ഇപ്പം ഞാൻ പള്ളിച്ചാലെത്തിയേട്ടാ, പള്ളിച്ചാൽ ഇന്നെന്താ നമ്മൾ അമീർച്ച കൂട്ടീനി തട്ടവിടെ അമീർച്ച കൂട്ടിച്ചല്ലോ. ഇന്ന് ദിവസം ഇന്ന് വെള്ളിയാഴ്ച അല്ലല്ലോ, പൊതുവേ അദ്ദേഹം വെള്ളിയാഴ്ചയാണ് ലീവ്. പക്ഷെ ഇന്നെന്താണെന്ന് അറിയില്ല, ഇന്ന് കൂട്ടിയിട്ടാണ്. ഇന്ന് ചൊവ്വാഴ്ച, ഇന്ന് നമ്മൾ കൂട്ടീനി. സ്ഥിരമായിട്ട് തുറക്കുന്ന ഒരാൾ ലീവാക്കാത്ത ദിവസം ലീവാക്കിയിട്ട് കാണുമ്പോൾ പിന്നെ പഴങ്ങളിലെത്തിയേട്ടാ. ഞാൻ വണ്ടി ഇവിടെ വെച്ചില്ല, നിസ്കരിക്കട്ടെ. ഇഷാ നിസ്കരിച്ചിട്ടില്ല, ഇഷാ നിസ്കരിക്കട്ടെ. പഴങ്ങളുടെ കുളങ്ങര പള്ളിയാണ് അത് കൊടുക്കട്ടെ. ഇതാണ് ഉള്ളു കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ ഒരു സമയമായി കഴിഞ്ഞാൽ, അതായത് രാത്രി ആയി കഴിഞ്ഞാൽ ഇഷാനസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ ഗേറ്റ് പൂട്ടിടും. കണ്ടോ, പള്ളീൻ്റെ ഗേറ്റ് ഇവിടെ, ഈ പള്ളീൻ്റെ ഗേറ്റ് പൂട്ടിടും. പിന്നെ നമ്മൾ ഇവിടുന്ന് നിസ്കരിക്കാം, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കാം. അതെടുക്കട്ടെ. വാ, നല്ല ചായ കുടിക്കണം. ചായ നിർബന്ധം, ചായ വിട്ടിട്ടുള്ളൊരു കളിയില്ല. കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ആശ്വാസം എന്നറിയാം. ഇന്ന് പിന്നെ കണ്ണൂർ പോയിട്ട് കാര്യമില്ല,
നിനക്ക് വന്നിട്ട് കുറച്ച് പണിയുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ പോകുമ്പോൾ തന്നെ കുറേ ലേറ്റ് ആവും അടുത്തുമ്പോൾ കണ്ണൂരെത്തുമ്പോൾ. പിന്നെ ഞാൻ പോകുമ്പോഴത്തേക്ക് ഒരു വർഷം പീടിയ പൂട്ടിയിട്ടുണ്ടാവും. നമുക്കൊരു കാര്യമില്ല. പിന്നെ ഏതായാലും നാളെ സമാധാനത്തിൽ പോകാം. അതുകൊണ്ട് പിന്നെ തിരിച്ചു വന്നു കേട്ടോ. വെറുതെ പോയിട്ട് മടങ്ങിയിട്ടുണ്ടല്ലോ. ആ സംഭവം കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അതൊന്ന് കേട്ടെ. പാല് വരുന്നു. പാലുണ്ട് അടുക്കളൊക്കെ അടുക്കള. ഏതാന്ന് ചെറുതായം മിൽക്ക്. പിന്നീടല്ലോ നമ്മൾ അക്കരത്തിലെ ഫിഷെല്ലാം ചത്തു. 2 ബാക്കി. സെൻട്രലിലെ അക്കരത്തിൽ കണ്ടോ, ഈ 2 ബാക്കി. ബാക്കിയെല്ലാം ഡെഡായി. ഡെഡ്. ആ 2 ബാക്കി. തീർത്തു. ഈ 2 ബാക്കിയെല്ലാം ചത്തു. കാരണം ഇത് മോട്ടർ ഇടയ്ക്ക് ഓഫാക്കിനാ. അത് ഓണാക്കാൻ വിട്ടു. മോട്ടറൊന്നും കറക്റ്റ് ഓഫാക്കാത്തതുകൊണ്ട്, അല്ല ഓണാക്കാത്തതുകൊണ്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇത് കറക്റ്റ് വെള്ളം ഫിൽറ്ററാവും. വെള്ളം ഫിൽറ്ററെല്ലാം നിൽക്കില്ല. നല്ല ഫിൽറ്റർ വെള്ളമായിരിക്കണം, എന്നാലേ ഹീറ്റിങ്ങേ ചെയ്യിക്കൂ. വെള്ളം അഴുകിക്കഴിഞ്ഞാൽ മോശം. അപ്പം ഫിൽറ്റർ ഇടയ്ക്ക് ഓഫാകുമ്പോൾ ആ സ്വിച്ച് അനങ്ങുമ്പോൾ ഓഫാകുന്നതാണ്. അത് ഓഫാകുമ്പോൾ പിന്നെ വെള്ളം ഇതായില്ലേ, അതാണ് പിന്നെ ഓക്സിജൻ്റെ അളവെല്ലാം കുറയുന്നുണ്ടാവും. ഡെഡായി പോയി. 2 ബാക്കി. സെറ്റാക്കാം. അല്ല ശരി.